ഹായ്, നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് സൈൻ ഇൻ ചെയ്യാൻ പറ്റാതാവുകയും ഇത് സൈൻ ഇൻ ചെയ്ത് വരുമ്പോൾ 14 ഡേയ്സിനുള്ളിൽ അല്ലെങ്കിൽ 28 ഡേയ്സിനുള്ളിൽ ഡിലീറ്റ് ആവും എന്നൊരു നോട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തപ്പോൾ ഫിനിഷ് സൈനിങ് ഇൻ ടു കണ്ടിന്യൂ എന്ന് കാണിച്ചു. അപ്പോൾ അതിൽ നമ്മൾ നെക്സ്റ്റ് ഓപ്ഷൻ എടുത്തു. അപ്പോൾ നമ്മൾ വെരിഫൈ ചെയ്യണമെന്നുള്ള വന്നു. വെരിഫൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തു. യൂസർ നെയിമും പാസ്വേഡും കൊടുത്തപ്പോൾ വന്നത് ഇതാണ്: യുവർ അക്കൗണ്ട് വിൽ ബി ഡിലീറ്റഡ് ഇൻ 14 ഡേയ്സ്. അപ്പം ഇങ്ങനെ സെറ്റപ്പ് സൂപ്പർവിഷൻ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് യുവർ ബർത്ത്ഡേ. അപ്പം നമുക്ക് ഇതിൽ മനസ്സിലാവും നമ്മളെ ബർത്ത് ഡേറ്റ് റോങ് ആയിരിക്കും. അപ്പോൾ ബർത്ത് ഡേറ്റ് നമുക്ക് കറക്റ്റ് ചെയ്യണം. എങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്യും? ഇതിൽ നമ്മൾ ഓക്കെ കൊടുത്ത് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കിട്ടുന്നില്ല. ഗൂഗിളിൽ നമുക്ക് വീണ്ടും അക്കൗണ്ട് വെരിഫൈ ചെയ്യുന്നു പറഞ്ഞാണ് വരുന്നത്. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ നമുക്ക് വീണ്ടും വെരിഫൈ വരും. കാരണം നമ്മളെ സെയിം അക്കൗണ്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അക്കൗണ്ട് വീണ്ടും വെരിഫൈ ചെയ്യേണ്ടി വരും. കാരണം വെരിഫൈ ചെയ്ത് നമ്മൾ വീണ്ടും കൊടുക്കുമ്പോൾ 40 ഡേയ്സിനുള്ളിൽ ഡിലീറ്റ് ആവും എന്ന ഓപ്ഷൻ ആയിരിക്കും നമ്മൾ കാണുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വേറൊരു യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചിട്ട് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഫയർഫോക്സ് എന്ന ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഫയർഫോക്സ് ഇപ്പോൾ എന്താ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മളിപ്പം ഫയർഫോക്സ് ഓപ്പൺ ചെയ്തു. ഫയർഫോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് വരും. ഇതിൽ ഫയർഫോക്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ആ ഒരു സെലക്ട് ചെയ്യുക. സെറ്റ് ഓഫ് ഡീഫോൾട്ട് കൊടുക്കുക. അതിനുശേഷം വരുന്നതൊക്കെ നമ്മൾ നോട്ട് നൗ കൊടുത്ത് വിടുക. സൈൻ ഇൻ ചെയ്യേണ്ട കാര്യമില്ല, നോട്ട് നൗ കൊടുക്കുക. ഇതിന് ശേഷം ഗൂഗിൾ സെലക്ട് ചെയ്യുക. ഇതിൻ്റെ മുകളിൽ വന്ന് ഗൂഗിൾ സെലക്ട് ചെയ്യുക. ഗൂഗിൾ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് സൈൻ ഇൻ എന്ന് കാണാം. അപ്പോൾ സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. സൈൻ ഇൻ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ ഏത് അക്കൗണ്ടാണോ നമുക്ക് വെരിഫൈ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് പോകുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ യൂസർ നെയിമും പാസ്വേഡും ഇവിടെ കൊടുത്ത് യൂസർ നെയിം കൊടുത്തു. നെക്സ്റ്റ് പാസ്വേഡ് എൻ്റർ ചെയ്യുക. പാസ്വേഡ് കൊടുത്തു. അപ്പം ഗൂഗിൾ ചോദിക്കും സേവ് ചെയ്യണമെന്നോ. നമ്മളെപ്പോഴും പാസ്വേഡ് മറന്നു പോകുന്നതാണ്. അപ്പോൾ നമ്മൾ സേവ് ഓപ്ഷൻ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. അപ്പോൾ അത് കൊടുത്തു കഴിയുമ്പോൾ എന്താ വരുന്നത്? യുവർ അക്കൗണ്ട് വിൽ ബി ഡിലീറ്റഡ് ഇൻ 40 ഡേയ്സ്. അഗെയിൻ വന്നു. ഇനി ചൂസ് ഓപ്ഷൻ ഉണ്ട്. കൺഫേം മൈ ഏജ്, പിന്നെ അതുപോലെ സേവ് മൈ സ്റ്റഫ് ബിഫോർ ഈസ് ഡിലീറ്റഡ്. അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കേണ്ട കൺഫേം മൈ ഏജ്. നമുക്ക് ഏജിലാണ് ഡൗട്ട് ഉള്ളത്. അപ്പോൾ കൺഫേം മൈ ഏജ് കൊടുക്കുക. അപ്പം ആർ യു 13 ഓർ ഓൾഡർ? അപ്പം നമ്മൾ 13 വയസ്സിൽ താഴെയാണോ? അപ്പോൾ 13 വയസ്സ് താഴെയാണോ വെച്ചാൽ അല്ല, നോ കൊടുക്കുക. അതിനുശേഷം നമുക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നമ്മളതിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് കൊടുക്കുക. അതായത് നമ്മളുടെ ഏതെങ്കിലും ഒരു ഓതറൈസ്ഡ് ഗവൺമെൻറ് ID പ്രൂഫിൽ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഒന്നുകിൽ ഡ്രൈവിംഗ് ലൈസൻസ്, അല്ലെങ്കിൽ പാസ്പോർട്ട്, അല്ലെങ്കിൽ ആധാർ കാർഡ്. അപ്പം ഏതാണോ കൊടുക്കുന്ന ആ ID പ്രൂഫ് നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പം നമ്മൾ ആധാർ കാർഡാണ് കൊടുക്കുന്നതെങ്കിൽ ആധാർ കാർഡിൽ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ കൊടുക്കുക. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ചൂസ് ഹൗ ടു വെരിഫൈ യുവർ ഏജ്. അപ്പം നമ്മുടെ ഏജ് വെരിഫൈ ചെയ്യാനുള്ളത് കൊടുക്കുക. ഒന്നുകിൽ യുവർ ക്രെഡിറ്റ് കാർഡ് കൊടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ID പ്രൂഫ് കൊടുക്കുക. അതായത് പാസ്പോർട്ട്, ആധാർ കാർഡ്, അതുപോലെയുള്ള ഏതെങ്കിലും ഒരു ID പ്രൂഫ് കൊടുക്കുക. അപ്പം നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പം നമ്മൾ യൂസ് യുവർ ID എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നെക്സ്റ്റ് ഒരു ഇൻ്റർഫേസിലോട്ട് പോകും. അപ്പോൾ അതിൽ നമ്മൾ ID പ്രൂഫ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് ഇങ്ങനെ കാണിക്കുക. അപ്പോൾ അതിൽ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. ഇതിൽ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ക്യാമറ ആക്സസ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ചോദിക്കും. കാരണം ഫോട്ടോ എടുക്കണമല്ലോ നമ്മുടെ ID പ്രൂഫിൻ്റെ. അപ്പോൾ നമ്മൾ അത് ആക്സസ് നമ്മൾ കൊടുക്കുക. യെസ് കൊടുക്കുക. അലോ ചെയ്ത് കൊടുക്കുക. വൈൽ യൂസിങ് ദിസ് ആപ്പ് അലോ കൊടുക്കുക. അലോ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാമറ വരും. അപ്പോൾ നമ്മൾ ക്യാമറയിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അന്നേരം ഡയറക്റ്റ് ഫോട്ടോ എടുക്കാം. പക്ഷേ അങ്ങനെ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ നമ്മൾ ആദ്യപ്പോഴേ ഒരു ഫോട്ടോ നല്ല രീതിയിൽ നമ്മുടെ ഗാലറിയിൽ എടുത്തിട്ടിരിക്കുന്നതാണ്. ഇപ്പം ഞാനിപ്പോൾ ഇതിൽ ഡയറക്റ്റ് ഫോട്ടോ എടുത്തപ്പോൾ ഇതിൽ ക്രോപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൽ വെളിച്ചമൊക്കെ വന്നിട്ട് റിഫ്ലക്ഷനൊക്കെ വന്നിട്ട് ഒന്നും ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ റിജക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ഒന്നും വരാത്ത രീതിയിൽ, ബാക്ക്ഗ്രൗണ്ട് വരാത്ത രീതിയിലൊക്കെ ക്രോപ്പ് ചെയ്ത് നമ്മുടെ ID പ്രൂഫിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ഗാലറിയിൽ ഇട്ടിരിക്കുക. അത് നമ്മൾ ഗാലറിയിൽ നിന്ന് ചൂസ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അങ്ങനെ ഞാൻ ആദ്യത്തെ 2 പ്രാവശ്യം ചെയ്തതും ഫെയിൽഡായി. മൂന്നാമത് ഞാൻ ഗാലറിയിൽ നിന്ന് ഒരു ID പ്രൂഫ് ചൂസ് ചെയ്തു. അത് അപ്ലോഡ് ആയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ആയി കഴിയുമ്പോൾ നമ്മളെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ കാണിക്കും. അപ്പോൾ ദിസ് ഈസ് കറക്റ്റ്. അപ്പോൾ അത് നമുക്ക് കൊടുക്കാം. ദിസ് ഈസ് കറക്റ്റ്. ആ ബ്ലൂ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ബ്ലൂ ക്ലിക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട യു ആർ ഓൾ സെറ്റ്. അതിന് സൈൻ ഇൻ കൊടുക്കാം. ഇനി ഇതിൽ സൈൻ ഇൻ കൊടുക്കുക. താഴെ സൈൻ ഇൻ കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുക. സൈൻ ഇൻ ചെയ്യുമ്പം നമ്മുടെ നമുക്ക് കിട്ടാതിരുന്ന യൂസർ നെയിമും പാസ്വേഡും ഉണ്ടല്ലോ, ആ ID കൊടുക്കുക. അത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ആയിട്ട് വരും. നെക്സ്റ്റ് ഓപ്ഷൻ കൊടുത്തു. വേണ്ടേ, റിക്കവറി ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞു. ഇനി
നമുക്ക് നമ്മുടെ അക്കൗണ്ട് റിക്കവറി ചെയ്യാനുള്ള രണ്ട് ഡീറ്റെയിൽസ് കൊടുക്കുക. ഒന്ന് ഈ ഫോൺ നമ്പർ കൊടുക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡി കൊടുക്കുക. ഇത് രണ്ടും വേണമെങ്കിൽ കൊടുക്കാം. കാരണം നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ അക്കൗണ്ട് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് റിക്കവറി ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റിക്കവറി ഓപ്ഷനായിട്ട് നമ്മുടെ മൊബൈൽ നമ്പറും കൊടുക്കാം, നമ്മുടെ ഇമെയിൽ ഐ ഡിയും കൊടുക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു ഇമെയിൽ ഐ ഡി, ഇപ്പം ചെയ്യുന്ന അക്കൗണ്ട് അല്ല, മറ്റൊരു ഇമെയിൽ ഐ ഡി നമുക്ക് ഈ ഒരു അക്കൗണ്ടിനെ റിക്കവറി ചെയ്യാനായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അത് രണ്ടും കൊടുക്കുക. അതിനുശേഷം നമ്മൾ റിക്കവറി ഇമെയിൽ ഐ ഡി കൊടുത്തതിന് ശേഷം സേവ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, സേവ് ചെയ്യുക. അതിനുശേഷം ഫോൺ നമ്പർ കൊടുക്കണമെങ്കിൽ ഫോൺ നമ്പറും കൊടുക്കാം. അത് നിങ്ങൾക്ക് ഏത് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫോൺ നമ്പറും കൊടുത്ത് സേവ് ചെയ്യുക. ഡൺ ആയി. സേവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് യു ആർ സൈൻഡ് ഇൻ. ഇനിയിപ്പോൾ അതിൽ അപ്ഡേറ്റ് യുവർ ഹോം അഡ്രസ്സ്, നമുക്ക് ഹോം അഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെങ്കിലോ അപ്ഡേറ്റ് ചെയ്യണമെങ്കിലോ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ അഡ്രസ്സ് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ആ ഒരു പേജൊക്കെ സ്കിപ്പ് ചെയ്ത് കളയാം. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഗൂഗിളിൽ വരിക. ഗൂഗിളിൽ വന്നിട്ട് ഒന്നുകൂടി നമ്മുടെ യൂസർ നെയിമും പാസ്വേഡൊക്കെ കൊടുത്തിട്ട് സൈൻ ഇൻ ചെയ്യുക. നമ്മുടെ അക്കൗണ്ട് റിക്കവറി ആയി കിട്ടിയിട്ടുണ്ടാകും. നമുക്ക് ടെൻഷനില്ല, നമ്മളെ യൂട്യൂബ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും, ജിമെയിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും, പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ഗൂഗിൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അക്കൗണ്ടും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. സൈൻ ഇൻ ചെയ്യും. പിന്നെ ഒരു വെരിഫൈ അല്ലെങ്കിൽ ഡിലീറ്റ് ആയി പോകും എന്നുള്ളൊരു നോട്ട് നമുക്ക് കാണില്ല. നമ്മുടെ അക്കൗണ്ട് റിക്കവറി ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയില്ലേ? ടെൻഷൻ അടിച്ചിരിക്കും അക്കൗണ്ട് ഡിലീറ്റ് ആയി പോയി എന്നും പറഞ്ഞിട്ട്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.